ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും അമ്മൂസ് ട്രാവൽ വ്ളോഗിൻ്റെ പൈതൃക കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിശേഷങ്ങളുമായി എത്തുന്നത്. ചാവക്കാടിനടുത്ത് മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ശിവക്ഷേത്രമാണ് പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രം ഞങ്ങളുടെ വീടിൽ നിന്നും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടെ അവിടെ പോകാറുണ്ട്. വളരെയധികം ശാന്തിയും സമാധാനവും നൽകുന്നൊരു ക്ഷേത്രാന്തരീക്ഷമാണ് അവിടെ. വൈഷ്ണവാംശഭൂതനായ ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന ഐതിഹ്യമുണ്ടെങ്കിലും വേറൊരു ഐതിഹ്യം കൂടി ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശിവഭൂതഗണങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് ആണിതെന്നും അതിനുശേഷം ബാക്കി വന്ന പാറകളും മണലും കൂട്ടിയിട്ടതാണ് വിലങ്ങൻ കുന്നും എന്നാണ് ഒരു ഐതിഹ്യം. കാട് പിടിച്ചു കിടക്കുന്ന ധാരാളം ഭൂപ്രദേശം ഇതിന് ചുറ്റുമുണ്ട്. നക്ഷത്രങ്ങൾ, ചൈതന്യം എന്നീ സിനിമകളും നന്ദനം എന്ന മെഗാ സീരിയലും എല്ലാം ഷൂട്ട് ചെയ്തത് ഇതിൻ്റെ പരിസര പ്രദേശത്ത് വെച്ചാണ്. അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി നിരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. വളരെയധികം ശാന്തിയും സമാധാനവും നൽകുന്ന ഈ ക്ഷേത്രം അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭംഗി കൊണ്ട് തന്നെ പേരുകേട്ടതാണ്. കുറച്ച് പടികൾ കയറി മുകളിലെത്തിയാൽ മുല്ലശ്ശേരിയുടെ ദേശനാഥനായ തളീശ്വരനെ തൊഴാം. ശ്രീ മഹാദേവനെ തൊഴുതിറങ്ങിയ ശേഷം ശ്രീ സുബ്രഹ്മണ്യൻ്റെ ശ്രീകോവിലും കാണാം. വേറെയും ചില ഉപദേവതകൾ ഇവിടെയുണ്ട്. മഹാദേവനും സുബ്രഹ്മണ്യസ്വാമിക്കും തുല്യപ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ ശിവരാത്രിയും തൈപ്പൂയവും വിവിധ ആഘോഷങ്ങളോടെ വളരെ വിപുലമായി നടത്താറുണ്ട്. ഇപ്പോഴും വളരെ ഗ്രാമീണ ഭംഗി നിലനിൽക്കുന്ന ഈ ക്ഷേത്ര പരിസരം നമുക്ക് എന്തെന്നില്ലാത്ത മനഃശാന്തി നൽകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ എഴുതി വച്ചിട്ടുള്ള ശിലാലിഖിതങ്ങൾ ആർക്കും ഇതുവരെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. സ്വച്ഛന്ദസുന്ദരമായ ചുറ്റുപാടിൽ നിലകൊള്ളുന്ന ഈ ക്ഷേത്രം എത്ര ദർശിച്ചാലും മതി വരാത്ത ഒരു സ്ഥലമാണ്. 1986 മുതൽ ഇടയ്ക്കിടെ ഞാനിവിടെ എത്താറുണ്ട്. അത്രയധികം മനസ്സിലും ശരീരത്തിലും പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഇവിടം. ഈ ക്ഷേത്രത്തിൻ്റെ പഴയ കാലത്തെ കുറേ വീഡിയോകളും ഫോട്ടോകളും എൻ്റെ കൈവശമുണ്ടെന്നാണ് തോന്നുന്നത്. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ക്ഷേത്രക്കാഴ്ചകൾ കാണുന്നതിനും ദർശനപുണ്യം നേടുന്നതിനും ധാരാളം ജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലെത്താൻ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സസ്നേഹം നിങ്ങളുടെ അമ്മു.